അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില വരികൾക്കുള്ള ശബ്ദമാണ് ഇവിടെ നൽകുന്നത്. കേരളത്തിൽ നീളെ കാണുന്ന വീടുകൾ കാണുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു മനുഷ്യൻ്റെ ശരാശരി ജീവിത സമയത്തെപ്പറ്റി. വെറും വീട് വയ്ക്കാൻ മാത്രം ജീവിച്ച് മരിക്കുന്ന ജന്മങ്ങളായി മാറുകയാണോ മലയാളികളെന്ന്. എന്നിട്ട് എത്ര സമയം മാത്രമാണ് നമ്മളതിൽ ചെലവഴിക്കുന്നത്? ഒരു വീടിൻ്റെ ചിലവിൻ്റെ പകുതി പണവും മറ്റുള്ളവർക്ക് കണ്ണ് തള്ളാൻ വേണ്ടി ആണ് ചിലവഴിക്കുന്നത്. പ്രതീക്ഷിച്ചതുപോലെ മറ്റുള്ളവരുടെ കണ്ണ് തള്ളുകയും ചെയ്യുന്നു. അതോടുകൂടി അവൻ്റെ കടബാധ്യതയും കൂടുന്നു. പെണ്ണിനെയും മക്കളെയും രക്ഷിതാക്കളെയും വിട്ട് അവൻ വെറും ജോലി ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാകരുത് വീട്. പല സ്വപ്നങ്ങളും സമാധാനത്തോടെ ഇരുന്ന് കാണാനുള്ള ഒരിടമാകണം വീട്. ലൈഫ് എന്ന് പറയുന്നത് മൊഞ്ചുള്ള കണ്ണ് തള്ളിപ്പിക്കുന്നൊരു വീടല്ല എന്ന് നാം ഇനി എന്നാണ് മനസ്സിലാക്കുന്നത്? ലക്ഷങ്ങൾ ചെലവഴിച്ച് മതിൽ പണിതു, 4 ഭാഗവും ചുമര് കെട്ടിപ്പൊക്കി കോൺക്രീറ്റ് ചെയ്ത് വീട് പണിഞ്ഞിട്ടും ഓരോ റൂമിലും ബാത്റൂം പണിഞ്ഞിട്ടും നമ്മൾ ആ റൂമിൻ്റെ പ്രൈവസിയെക്കുറിച്ച് ചിന്തിച്ച് അതിലേക്ക് കടക്കാൻ പ്രത്യേക ഒരു ലോബി ഉണ്ടാകുന്നു. മുറ്റത്ത് ടൈലൊട്ടിച്ച് മിനുക്കി ചെടികൾ വയ്ക്കാൻ വീടിനുള്ളിൽ ഒരു കോർട്ട്യാർഡ്. നമ്മുടെ അച്ഛൻ പണിത വീട് നമുക്ക് പിടിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളത് പൊളിച്ച് പുതിയത് പണിയുന്നു. നാളെ നമ്മുടെ മക്കളായും ഇത് തന്നെ ചെയ്യും. മക്കൾക്ക് പൊളിച്ചു കളയാൻ വേണ്ടി ഇത്രയും ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ ഒരു ജന്മം പാഴാക്കിക്കൊണ്ട്. മറ്റുള്ളവരുടെ വീടാകരുത് നമുക്കൊരു വീട് വെക്കാനുള്ള പ്രചോദനം. കടം മേടിച്ച് വീട് വെച്ചോളൂ. അത് 2-3 കൊല്ലത്തിനുള്ളിൽ വീട്ടാവുന്ന കടം മാത്രമാണെങ്കിൽ. വലുപ്പം കൂടുന്തോറും വീട്ടിനകത്ത് അടുപ്പം കുറയുമെന്ന് പറയാറുണ്ട്. പലരുടെയും സ്വപ്നങ്ങൾ വീട് വെച്ചതോടുകൂടി ഇല്ലാതാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നത്. ഈ ലൈഫിൽ വീട് വെക്കുക എന്നുള്ളത് ഒരു വലിയ സ്വപ്നം ആയിട്ട് തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഒരു ജോലിയായി കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കാൻ തുടങ്ങും, കല്യാണം കഴിക്കണില്ലേ, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മക്കളായില്ലേ, അല്ലേ, വീടായില്ലേ, ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ വരും. അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെ രക്ഷപ്പെടണം വിചാരിച്ചിട്ട് ആളുകൾ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലുമൊക്കെ പൈസ സംഘടിപ്പിച്ചിട്ട് വീട് വെക്കാനും, പിന്നെ വീട്ടുകാരുടെ നിർബന്ധം ഉണ്ടാവും, അല്ലേ, ഇനി വീട് വെച്ചിട്ടില്ലെങ്കിൽ എന്നാ വീട് വെക്കുക, ഒരു ഭാഗത്ത് നിന്ന് ആ പ്രഷറും ഉണ്ടാവും. എന്തായാലും വീട് എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്, ഒരു സ്വപ്നം തന്നെയാണ്. വല്ലാത്തൊരു അസമാധാനം അത് വെച്ച് കഴിഞ്ഞാലുള്ള ഒരു നമ്മുടെ മനസ്സിന്, പ്രത്യേകിച്ച് കുടുംബത്തിനും കുടുംബിനികൾക്കൊക്കെ വല്ലാത്ത ആശ്വാസമാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രവാസികൾ ഗൾഫിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളൊക്കെ ഈ വീട് തുടങ്ങി ആ വീട് അവസാനിക്കും വരെ ആ വീടിൻ്റെ ഓരോ സംഗതിക്കും വേണ്ടി അമിതമായി എഫേർട്ട് എടുത്ത് അവരുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്തുള്ളൊരു വീടാണ് പണിയും. എന്നിട്ട് അത് തീരൂല. എന്നിട്ട് അവർ ചിലപ്പോൾ ഒരു പക്ഷേ പല സംഭവങ്ങളൊക്കെ ഉണ്ടായില്ല, അവർ അത് ജോലിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് വന്ന് ഒരു നിശ്ചിത പ്രായമൊക്കെ ആകുമ്പോൾ വീടിൻ്റെ എല്ലാ പണിയും കഴിയുമ്പോൾ പിന്നീട് ഇങ്ങനെ എന്താ പറയുക, അവരുടെ കാലം തന്നെ കഴിഞ്ഞൊരവസ്ഥ ആ വീട് പണി കഴിയുമ്പോൾ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട്, അഥവാ കൊക്കിലൊതുങ്ങാത്ത രൂപത്തിലുള്ള ഒരു വീട് പ്ലാൻ ചെയ്യും. ഇവിടെ പറഞ്ഞല്ലോ, ചിന്തയിൽ കേട്ടല്ലോ, മറ്റുള്ളവരുടെ വീട്, അത് ആ പ്ലാൻ അതുപോലെ എനിക്ക് കപ്പാസിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് പോലും ആലോചിക്കാതെ അതുപോലുള്ളൊരു വീടായിക്കോട്ടെ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യാണ്, വീട് വെക്കുക. ശരിക്കും അവനവന് പിന്നെയുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഒരു വീടിന് എന്തൊക്കെ സൗകര്യം അത്യാവശ്യം വേണം, അവനവന് എത്ര മക്കളും ഒക്കെ ഉണ്ട്, അതിനനുസരിച്ചുള്ളൊരു പിന്നെ മിതമായ രൂപത്തിലുള്ളൊരു സൗകര്യമൊക്കെയുള്ളൊരു വീട് മതി. ശരിക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു സംഗതികൾ ഉണ്ടാകുമ്പോൾ, ഒരു പ്രളയമോ മറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ഒരു ഫ്ലോ അങ്ങനെ തന്നെയാണ്. എന്നാലും അവരുടെ സൗകര്യമുള്ളൊരു വീട് നിർബന്ധം തന്നെയാണ്. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്, അത് മറക്കാനും പാടില്ല. അപ്പോൾ ആ രൂപത്തിൽ വീടിനും വേണ്ടി പൊതുവെ നമ്മളെ കേരളക്കാരെ പറ്റി പറയലുണ്ട്, മലപ്പുറക്കാരെ പറ്റി വീണ്ടും പറയലുണ്ടോയെന്ന് അറിയില്ല, അല്ലേ, വീടിനും വേണ്ടി ജീവിതം തീർക്കുന്ന രൂപത്തിൽ ഒന്നായിട്ട്, അല്ലേ, വലിയ വീടിനേക്കാൾ വലിയ ചിലവ് മതിലിന് വരുമോ എന്നുള്ള രൂപത്തിലൊക്കെ അത്രയും ഡിസൈനിങ് ഒക്കെ നിറച്ച മതിൽ, ചുറ്റുമതിലൊക്കെ ഒരുപക്ഷെ ആ മതിലിൻ്റെ പൈസ മതി വീടില്ലാത്ത ഒരാൾക്ക് വീട് വെക്കാൻ. ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പം അത്തരം കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. അതെ അതെ, ലക്ഷ്യങ്ങൾ പലപ്പോഴും ചുരുങ്ങി പോകുന്നുണ്ട്. അതായത് വീട് വെക്കുക, മക്കളെ കല്യാണം കഴിച്ച് വിടുക, ഇതിലേക്ക് ഒതുങ്ങുകയാണ്.
ഇപ്പോൾ നേരത്തെ സൽമാഷ് സൂചിപ്പിച്ച ഒരു അനുഭവം ഉണ്ടല്ലോ, അപ്പോൾ ആ അനുഭവത്തെ ഈ ഒരു വിഷയത്തിലേക്ക് തട്ടിക്കുമ്പോഴേ ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ മുമ്പിലുണ്ട്. എത്രയോ വലിയ വീടുകൾ കഷ്ടപ്പെട്ടുണ്ടാക്കി വലിയ എന്താ പറയുക, കാണുന്ന ആളുകൾക്ക് വലിയ സംഭവമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വീടൊക്കെ ഉണ്ടാക്കി, പക്ഷേ ആ ഒരു വീട്ടിൽ ഒരു ദിവസം പോലും കടന്നുറങ്ങാൻ ഭാഗ്യം കിട്ടാത്ത എത്രയോ ആളുകളുണ്ട്. അനുഭവങ്ങൾ നമ്മളെ മുമ്പിലുണ്ട്. ശരിക്കും അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വാഹനം അതുപോലെ പാർക്കാനുള്ള അല്ലേ പാർപ്പിടം അതുപോലെ നല്ലൊരു ഭാര്യ ഇതുണ്ടെങ്കിൽ ശരിക്കും ഒരാൾ സൗഭാഗ്യവാനാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷെ അത് ഈ രൂപത്തിലുള്ള കാട്ടിക്കൂട്ടലുകളോ അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളോ ഉണ്ടാകുക എന്നുള്ളതല്ല. ഇപ്പോൾ ഭാര്യയാണെങ്കിലും നമുക്ക് ആ ഭാര്യയിലൂടെ സന്തോഷം കിട്ടണം, നല്ല സന്താനങ്ങൾ ഉണ്ടാവണം, ഇതാണ്. അല്ലാതെ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനല്ല. അതുപോലെ പാർപ്പിടമാണെങ്കിലും ശരി, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ സൗകര്യങ്ങൾ വേണം. നമ്മളെ മക്കൾക്ക് കടന്നുറങ്ങാനും സുരക്ഷിതമായിട്ട് കടന്നുറങ്ങാനുള്ള ഒരു ഇടം, നമ്മളെ പാർപ്പിടം എന്ന് പറഞ്ഞാൽ. പിന്നെ വാഹനം എന്ന് പറഞ്ഞാൽ അതും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള സംഗതികളാണ്. അത് വേണം. എന്നാൽ അത് ഒരിക്കലും ചിന്തയിലും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു കടത്തിലേക്കും കടക്കണിയിലേക്കും എത്തി തള്ളിവിട്ട് അതിൽ പിന്നെ വീടിന് ജപ്തി നോട്ടീസ് വരുന്ന അവസ്ഥയിലേക്ക് ആളുകൾ വീട്ടിൽ വന്ന് ഇങ്ങനെ വരിക. എന്നിട്ട് പൈസക്കാണ്, ആ പൈസ പറഞ്ഞ സമയത്ത് കൊടുക്കാൻ കഴിയണില്ല. അപ്പോൾ ആദ്യം വന്നപ്പോൾ ഭാര്യയുടെ ചെയിൻ എടുത്തു കൊടുത്തു. പിന്നെയും ആളുകൾ എന്ത് ചെയ്യാണ്, സമയം പറഞ്ഞ അവധി പറഞ്ഞ സമയത്ത് തിരിച്ച് വീണ്ടും വരികയാണ്. അപ്പോൾ ഭാര്യൻ്റെ എടുത്തു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുട്ടിക്കൊരു ചെയിൻ എന്തോ ഉണ്ടാക്കിന്, ആ കുട്ടിയുടെ കമ്മലോ അത് എടുത്തു കൊടുക്കുക. ഇങ്ങനെ ആകെപ്പാടെ പൊറുതിമുട്ടിയൊരവസ്ഥയിൽ തൻ്റെ കപ്പാസിറ്റിക്കുള്ളിൽ കൊള്ളാത്ത ഒരു പ്ലാൻ കണ്ടെത്തി, ആ പ്ലാന് വേറെ ആരതോ ഏതൊരു പണക്കാരൻ്റെയാണ്, ആ പണക്കാരൻ്റെ പ്ലാൻ വെച്ചിട്ട് വീട് കയറ്റുന്നൊരവസ്ഥയിൽ ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടാവുന്ന അവസ്ഥയ്ക്കൊന്നും എത്തേണ്ട ഒരാവശ്യം ഒരു വീട് നിർമ്മാണത്തിൽ ഇല്ല. പിന്നെ ഭാര്യമാരും ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അവരുടെ കൂട്ടുകാരികൾക്കും മറ്റുമൊക്കെ വീടുകളുണ്ട്, വലിയ വീടുകളാണ്, അതുകൊണ്ട് നമുക്ക് വീട് വേണം അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, വീട് വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ അവരുടെ ഭർത്താക്കന്മാരുടെ കപ്പാസിറ്റിയും നമ്മളെ വീട്ടിൽ നമ്മുടെ കൂടെ കഴിയുന്ന ആളുടെ കപ്പാസിറ്റി തിരിച്ചറിയാന്നുള്ളത് അല്ലേ, തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള പ്ലാന് കൊടുക്കണ്ടേ. നേരെ മറിച്ച് അവരെ പോലെ എനിക്ക് വേണം, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ഒന്നും കൂടെ ആകർഷണീയമായിട്ടുള്ള രൂപത്തിൽ അങ്ങനെ ഭാര്യമാരുടെ നിർബന്ധം കൊണ്ടും ഒരു പക്ഷേ ഇതിൽ കുടുങ്ങി തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ടല്ലേ. അപ്പം അത് കൂടെ ജീവിക്കുന്ന ആളുകൾ അവരുടെ എല്ലാ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ കൂടെ കഴിയുമ്പോഴാണ് ആ ഒരു ജീവിതത്തിന് സന്തോഷം ഉണ്ടാവുക. അല്ലാതെ ഒരു വീടിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ വലിയ സ്വപ്നങ്ങളായി കണ്ട് കഴിയാത്തൊരു കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിൽ സന്തോഷം കാണാൻ കഴിയില്ല. അതെ, പലപ്പോഴും എന്താ വെച്ചാൽ ഇപ്പോൾ ഒരിക്കൽ ഒരാളൊരു വീട് വെച്ചു, വലിയ വീടാണ്. അഥവാ നമ്മൾ പിന്നെ ആ ടൗണിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വലിയ വീടാണ്. ആകെ 2 മക്കളുള്ളത്, മേലക്കൊക്കെ ഉള്ള അപ്സ്റ്റെയറൊക്കെ ഉള്ള നല്ല വലിയ വീട്. അപ്പോൾ അതിൽ ഒരു സ്വിമ്മിങ് പൂള് ഒക്കെ ഉൾപ്പെടുത്തിയ വീടാണ്. താഴ്ഭാഗത്ത് സ്വിമ്മിങ് പൂള്, മഴ പെയ്താലും മേലെന്ന് അതിലേക്ക് വെള്ളം ഇങ്ങനെ വരും. അങ്ങനെ വലിയൊരു സ്വിമ്മിങ് പൂളൊക്കെ ഉള്ള രൂപത്തിലൊരു വീടാണ്. അങ്ങനെ അതിലേക്ക് പിന്നെ എന്താ പറയുക, ഹൗസ് വാമിങ് നടത്തുമ്പോൾ പിന്നെ എല്ലാ ആളുകളെയും ക്ഷണിച്ച്, അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ ആളുകളും ക്ഷണിച്ച്, രണ്ട് മക്കളേ ഉള്ളൂ. അപ്പോൾ ഇത് ചെറിയ ഒരു മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വിമ്മിങ് പൂൾ ഈ സംവിധാനമൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ട് വീട് നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെ അവസാനം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനത് പറഞ്ഞപ്പോൾ ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴേ ശ്രോതാക്കൾ ചിലപ്പോൾ ഉപകാരപ്പെടും, അതുകൊണ്ട് ആഡ് ചെയ്തെന്നുള്ളൂ. പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ ഹൗസ് വാമിങ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അവിടെ നടത്തിയെന്താ വെച്ചാൽ അതിന് മുമ്പ് ഈ ഒരു പിന്നെ കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടായി, ക്യാൻസർ, ചെറിയ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു. അങ്ങനെ ആ കുട്ടി പിന്നീട് മരിച്ചു. ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല. പിന്നെ ഈ വീട്ടിൽ എല്ലാവരും കൂടി, ആളുകളൊക്കെ വിളിച്ച് നമ്മളൊക്കെ വീട്ടിൽ കൂടിയത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ പിന്നെ മരണശേഷമുള്ള കർമ്മങ്ങളാണ് ആ വീട്ടിൽ നിന്ന് പിന്നെ നടക്കുന്നുണ്ടായി. അപ്പോൾ ഒരുപാട് വലിയ വീടും ഒരുപാട് വലിയ പ്ലാനും 2 മക്കൾ അല്ലെങ്കിൽ ഒരു കുട്ടിയുള്ളൂ ആകെ, അല്ലെങ്കിൽ അങ്ങനെ എല്ലാം നോക്കണം, പരിഗണിക്കണം, ശ്രദ്ധിക്കണം എന്ന് ഈ ഒരു സംഭവം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ടാവും. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ചിലപ്പോൾ പലപ്പോഴും പറയാറുള്ളത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 15,000 ഒരു വീട് വരുന്നുണ്ട് സ്ക്വയർ ഫീറ്റുള്ള. അപ്പോൾ ആളുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു വീട് പൈസ ഉണ്ടാവണമല്ലോ ചെയ്യണത്, അപ്പോൾ വേറെ കുറേ ആളുകൾക്ക് ജോലി കിട്ടുമല്ലോ. ഓരോ വിഭാഗത്തിനും ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈന്,
പെയിൻറ്റിങ്, അതുപോലെ തേപ്പ്, പടവ്, എന്തൊക്കെ പരിപാടി ഉണ്ടോ അത്രയും വിഭാഗം ആളുകൾക്ക് ജോലി കിട്ടുമല്ലോ. അപ്പോൾ അതൊരു വലിയ കാര്യമില്ല എന്നുള്ളതാണ്. അതൊക്കെ ശരിയാണ്, സാമ്പത്തികത്തിനനുസരിച്ച് ചെയ്തോട്ടെ. പക്ഷേ ദുനിയാവാണ് എല്ലാം, ഇതാണ് സ്വർഗം, അല്ലെങ്കിൽ ഇവിടെയാണ് എല്ലാം ആസ്വാദനം എന്ന് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഒരു പിന്നാലെ പോകുമ്പോൾ ആ ഒരു ധാരണ ഇങ്ങനെ വരുമ്പോഴാണല്ലോ ഇതൊക്കെ വലിയ സംഭവമാണെന്ന് തോന്നുക. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ ദുനിയാവിൽ വെറും യാത്രക്കാരനാണ്, ആ യാത്രക്കിടയിലുള്ളൊരു ഇടവേള മാത്രമാണ് ദുനിയാവിലെ ജീവിതം എന്ന അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു ചിന്തയിലൂടെ നമ്മൾ ഒന്നും അമിതമാക്കാതെ പാകത്തിനാക്കി നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഈ ഒരു ചിന്തയിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു സന്ദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാതിരി നമ്മുടെ പരലോകത്തേക്കുള്ള ആദ്യത്തെ വീട് ഖബറാണെന്നുള്ള തിരിച്ചറിവ് ദുനിയാവിൽ വീട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവണം എന്നുള്ള അതാണ് ഒരു ഷെയറിങ് ആണ് ഈ സമയത്ത് അതിൻ്റെ വലിപ്പം ഭംഗിയൊക്കെ ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് എത്തണം എന്നുള്ളൊരു സംഗതി ഉണ്ടാകുമ്പോൾ അമിതമായ കടം ഉണ്ടാവാതിരിക്കുക എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ട് വരുമല്ലോ. അങ്ങനെ അപ്പോൾ ആ ഒരു ബോധം ഉണ്ടായിരിക്കും. ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഏതായാലും അത്തരം കടം ബാധ്യതയൊക്കെ ഉള്ള ആളുകളെ അള്ളാഹു അതെല്ലാം എന്താ പറയുക ഏറ്റവും നല്ല രൂപത്തിൽ വീട്ടാനും ഒക്കെ പഠിച്ചാൻ സഹായിക്കട്ടെ. ആമീൻ.